A+Q സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇത് ബാങ്ക് ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തിയിലേക്ക് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടതായ ഒരു വിവരമാണ്. മുഖ്യമന്ത്രി ഈ വിവരം നൽകുന്നത് മന്ത്രി വാസവൻ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനിടയിലാണ്. വാസവൻ മറുപടി നൽകിക്കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് ചില വിവരങ്ങൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: വീട് ജാമ്യമായി വെച്ചിട്ടാണ് ലോൺ എടുത്തതെങ്കിൽ ആ ലോൺ തിരിച്ചടയ്ക്കാത്ത സാഹചര്യം വന്നാൽ വീട് ജപ്തി ചെയ്യാൻ പാടില്ല. ആ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. ജപ്തിയുടെ പേരിൽ ആരെയും വഴിയാധാരമാക്കാൻ പാടില്ല. സഹകരണ ബാങ്കുകൾക്ക് ഇക്കാര്യത്തിൽ പൊതു നിർദ്ദേശം നൽകും എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതും ഉറപ്പ് നൽകിയതും. അദ്ദേഹം പറഞ്ഞതിനെ തുടർന്ന് തന്നെ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ, അതായത് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ പറഞ്ഞത്, ജപ്തി നടത്തുന്നതിനു മുമ്പ് ഷെൽട്ടർ കണ്ടെത്തി താമസിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കണമെന്നുള്ളതാണ്. ബാങ്കുകൾ ജപ്തിയുടെ ഭാഗമായി വസ്തുവിനു മുന്നിൽ ബോർഡ് സ്ഥാപിക്കുന്നത് ആ വീട്ടുകാരെ ആത്മഹത്യയിലേക്കും മറ്റും തള്ളി വിടുന്നുണ്ട് എന്നുള്ളതുമാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ അറിയേണ്ട ചില വിവരങ്ങൾ ഉണ്ട്. സഹകരണ ബാങ്കുകൾക്ക് പൊതു നിർദ്ദേശം നൽകും എന്നാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു നിർദ്ദേശം രേഖാമൂലം സഹകരണ ബാങ്കിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ഒരു ഉത്തരവ് കിട്ടുന്നത് വരെ സഹകരണ ബാങ്കുകൾ അവരുടെ നിലവിലുള്ള നടപടിക്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, സഹകരണ ബാങ്കുകളിൽ നിന്നെടുക്കുന്ന ലോണുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റു ബാങ്കുകൾ, അതായത് സഹകരണ ബാങ്കുകൾ അല്ലാതെയുള്ള ബാങ്കുകൾ നൽകിയിട്ടുള്ള ലോണിനെ സംബന്ധിച്ചിടത്തോളം സർഫാസി നിയമം ബാധകമാണ്. ആ നിയമത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടലും അനുവദനീയമല്ല എന്നുള്ളതാണ്. കാരണം ആ നിയമം ഒരു കേന്ദ്ര നിയമമാണ്. ആ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും മനസ്സിലാക്കിയിരിക്കുക. സർഫാസി നിയമത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെയെങ്കിലും ഒഴിവാക്കണം എന്ന് സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കുകയും കേന്ദ്ര സർക്കാരിന് ആ പ്രമേയം അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നാളിതുവരെ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. നിലവിൽ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകൾക്ക് സർഫാസി നിയമം ബാധകമാണ്. അതുകൊണ്ട് തന്നെ സർഫാസി നിയമത്തിൽ പറയുന്ന പ്രകാരം ബാങ്കുകൾ നടപടി തുടരുകയും ചെയ്യും. സഹകരണ ബാങ്കുകൾക്കും സർഫാസി നിയമം ബാധകമാണ്. എന്നാൽ ചെറിയ ബാങ്കുകൾ, പ്രൈമറി സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള സർവീസ് സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ ബാങ്കുകൾക്ക് ഈ സർഫാസി ആക്ട് ബാധകമല്ലാത്തതുകൊണ്ട് അവർ റവന്യൂ റിക്കവറി മുഖേനയാണ് ലോൺ കുടിശ്ശിക വന്നാൽ ഈടാക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമിയിൽ ഉള്ള വീട് ഉൾപ്പെടെയാണ് പണയം വെച്ച് ലോൺ എടുക്കുന്നതെങ്കിൽ അതിൽ താമസിക്കുന്ന ആളുകളെ ഇറക്കി വിടരുത്. ആ വീടിന് മുമ്പിൽ ഒരു കാരണവശാലും ബോർഡുകൾ സ്ഥാപിക്കരുത്.
ഇത് അവിടെ താമസിക്കുന്നവർക്കുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇങ്ങനെയൊരു നിർദ്ദേശം നിയമസഭയിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹകരണ ബാങ്കുകൾ അനുസരിക്കണമെന്നില്ല. പകരം അത് നിർദ്ദേശമായി തന്നെ നൽകേണ്ടതുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സഹകരണ ബാങ്കുകൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് അറിയേണ്ടതുണ്ട്. കാരണം അവർക്കും സർഫാസി നിയമം ബാധകമാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ജപ്തി നടപടികൾ സ്വീകരിക്കാൻ ആ വീട്ടുകാർക്ക് വേറെ വീട് കണ്ടെത്തി കൊടുക്കേണ്ട ബാധ്യത സഹകരണ ബാങ്കുകൾ ഏറ്റെടുക്കുമോ? ബോർഡ് വെക്കുന്നത് അവർ ഒഴിവാക്കിയേക്കാം. പക്ഷേ പകരം ഷെൽട്ടർ കണ്ടെത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സഹകരണ ബാങ്കുകൾ ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും തീർച്ച പറയാൻ ഇല്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നല്ല ഉദ്ദേശം നമുക്ക് ശ്ലാഘിക്കാതെ വയ്യ. ഇക്കാര്യത്തിൽ കർശനമായ ഒരു നിലപാട് സഹകരണ ബാങ്കുകളുടെ മേൽ എങ്കിലും സർക്കാർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ജപ്തി നടപടി നേരിടുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകും. പലരും കോവിഡിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അവർക്ക് തിരിച്ചടയ്ക്കാൻ താല്പര്യമുണ്ട് തുക, പക്ഷേ അവർക്ക് ഇപ്പോൾ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. പലവട്ടം അവർ സമയം നീട്ടിക്കിട്ടാൻ ചോദിച്ചിട്ടെങ്കിലും പല സഹകരണ ബാങ്കുകളിൽ നിന്നും സഹകരണ മനോഭാവമല്ല ഉണ്ടാകുന്നതെന്ന് വ്യാപക പരാതികളുണ്ട്. ലോൺ എടുത്ത ആളുകളെ ക്രിമിനൽ കുറ്റം ചെയ്തവരെ പോലെയാണ് പലപ്പോഴും സഹകരണ ബാങ്ക് ജീവനക്കാർ കാണിക്കുന്നത്. അത്തരക്കാരോട് ഈ തരത്തിലുള്ള ഒരു വാക്കാൽ നിർദ്ദേശം ഒരു തരത്തിലും പ്രായോഗികമാവില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ ഉറപ്പ് നിയമസഭയിൽ നൽകിയത് സഹകരണ ബാങ്കുകൾക്ക് പൊതുവായി ഒരു നിർദ്ദേശം നൽകും എന്നുള്ളതാണ്. ആ നിർദ്ദേശം ഒരു ഉത്തരവായി കിട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ സഹകരണ ബാങ്കുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർ തീർച്ചയായും വീടുകളുടെ മുമ്പിൽ ബോർഡ് സ്ഥാപിക്കാനോ അതുപോലെ വീടുകൾ തന്നെ ജപ്തി ചെയ്ത് കൈവശത്തിലാക്കാനോ അക്കാര്യത്തിൽ ഒരു ഉചിതമായ സമീപനം സഹകരണ ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇനിയും ചില വ്യക്തതകൾ കൂടി വരുന്നത് സർക്കാരിൻ്റെ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷമായിരിക്കും. സർക്കാർ ഉത്തരവ് ഇറങ്ങുന്ന മുറയ്ക്ക് ഈ വിവരം ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. ബാങ്ക് ലോണും ജപ്തിയുമായി ബന്ധപ്പെട്ട് നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ഈ ചാനലിൽ ബാങ്ക് ലോണുമായിട്ടുള്ള ജപ്തി നടപടിയുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അറിയാൻ താൽപ്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക.